ഇൻഡിഗോ വിമാന സർവീസുകൾ ഇന്നും റദ്ദാക്കുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇന്നും 1000-ൽ താഴെ സർവീസുകൾ റദ്ദാക്കുമെന്ന് ഇൻഡിഗോ സിഇഒ പീറ്റർ എൽബർട്ട്സ് അറിയിച്ചു. വിമാന സർവീസുകൾ മുടങ്ങിയതിൽ വ്യോമയാന മന്ത്രാലയം ഉന്നത അന്വേഷണം ആരംഭിച്ചു. യാത്രക്കാരുടെ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം സജ്ജമാണെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഭിലാഷ്, 1000-ഓളം സർവീസുകൾ മുടങ്ങുക എന്ന് പറയുമ്പോൾ അത് യാത്രക്കാരെ വളരെയധികം ബാധിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. ഇതിൽ ഇൻഡിഗോ എന്ത് പരിഹാരമാണ് സ്വീകരിച്ചിട്ടുള്ളത്? അതുപോലെ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് യാത്രക്കാരെ അറിയിച്ചിട്ടുള്ളത് ഇൻഡിഗോ ഇതുമായി ബന്ധപ്പെട്ട്? അനുശ്രീ, ഇന്ത്യയിലെ ഏറ്റവും വലിയ വിമാന സർവീസാണ് ഇൻഡിഗോ. അവരുടെ വിമാന സർവീസുകൾ പകുതിയിലധികവും ഇപ്പോൾ ക്യാൻസൽ ചെയ്യുന്നൊരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾക്കാണ് ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്നത്. അവർ രാജ്യത്തെ വിവിധ എയർപോർട്ടുകളിൽ വിമാനം കയറാനെത്തുന്നവർ വിമാനമില്ലാന്നറിയുന്നതോടുകൂടി, അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ അതായത് നാളെയൊക്കെ വിമാനത്തിൽ സഞ്ചരിക്കാനിരിക്കുന്നവർ ഇന്നലെ കഴിഞ്ഞ ദിവസമൊക്കെ അറിയുമ്പോൾ മറ്റ് വിമാനങ്ങൾ ബുക്ക് ചെയ്യാൻ നോക്കുമ്പോൾ എല്ലാം വലിയ രീതിയിലുള്ള ടിക്കറ്റ് നിരക്കാണ് കാണുന്നത്. വലിയ രീതിയിൽ ടിക്കറ്റ് നിരക്ക് ഉയർന്നിരിക്കുന്നു. ഡൽഹിയിൽ നിന്ന് മുംബൈയിലേക്ക് പോകുന്നതിനൊക്കെ 3 ഇരട്ടിയാണ് ടിക്കറ്റ് റേറ്റ് ഇപ്പോൾ മറ്റ് വിമാന കമ്പനികൾ ചാർജ് ചെയ്യുന്നത്. അങ്ങനെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി യാത്രക്കാർ നേരിടുന്നുണ്ട്. ഇതിനെ മറികടക്കാനായിട്ട് എല്ലാ ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്യുന്ന, ഇൻഡിഗോയിലെ ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്യുന്നവർക്ക് മുഴുവൻ പണവും റീഫണ്ട് ചെയ്യുന്നതടക്കമുള്ള നടപടികളാണ് ഇൻഡിഗോ സ്വീകരിക്കുന്നത്. മാത്രമല്ല ഡിസംബർ 15 കൊണ്ട് തന്നെ എല്ലാ സർവീസുകളും പഴയ രീതിയിൽ കൊണ്ടെത്തിക്കാനുള്ള ശ്രമം നടത്തുന്നതായിട്ടാണ് ഇൻഡിഗോ അധികൃതർ പറയുന്നത്. മാത്രമല്ല ഇപ്പോൾ ക്രൂ ഡ്യൂട്ടി ടൈമുണ്ട്. അതായത് ഈ പൈലറ്റുമാർക്ക് കൃത്യമായി ആഴ്ചയിൽ 48 മണിക്കൂർ കൃത്യമായ വ്യായാമം നൽകുക, വിശ്രമം നൽകുക. അതുപോലെ തന്നെ അവരുടെ ഡ്യൂട്ടി ടൈം അത് ഒരുപാട് 12 മണിക്കൂറിലധികമൊക്കെ നീണ്ടുപോകുന്നത് ഒഴിവാക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ടുണ്ടായിരുന്ന FDTL പ്രകാരം ഉണ്ടായിരുന്നത്. എന്നാൽ ആ FDTL താത്കാലികമായി മരവിപ്പിച്ചിരിക്കുകയാണ്. എയർ ഏവിയേഷൻ ഡിപ്പാർട്ട്മെന്റ് അതിനുള്ള ഉത്തരവ് ഇറക്കിയിരിക്കുന്നു. ഡിസംബർ 15 വരെ ഇത് താത്കാലികമായെങ്കിലും ആ ഒരു പുതിയ ഡ്യൂട്ടി ടൈം മരവിപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഇൻഡിഗോയ്ക്ക് ഉണ്ടായ ഈ സംഭവം എന്താണ് ഇതിനുള്ളിൽ സംഭവിച്ചതെന്നുള്ള കാര്യത്തിൽ അന്വേഷിക്കാനായിട്ടൊരു 4-അംഗ ഉന്നത അന്വേഷണ സമിതിയെ എയർ ഏവിയേഷൻ വകുപ്പ് ഇപ്പോൾ നിയമിച്ചിട്ടുണ്ട്. ഇന്ന് ഇൻഡിഗോയുടെ 4ഓളം ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തുമെന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. മാത്രമല്ല മറ്റ് ട്രെയിനിലടക്കം ഇപ്പോൾ യാത്ര ചെയ്യാനായിട്ട് രാജ്യത്തിനകത്ത് അങ്ങോട്ടും യാത്ര ചെയ്യുന്നതിന് ട്രെയിനുകളിൽ റെയിൽവേ കൂടുതൽ കോച്ചുകളെ ഏർപ്പെടുത്തുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അതായത് യാത്രക്കാർക്ക് നേരിടുന്ന പ്രശ്നങ്ങൾ ലഘൂകരിക്കാൻ ഏതൊക്കെ വഴിയാണോ സ്വീകരിക്കാൻ കഴിയുന്നത് അതെല്ലാം ചെയ്യുമെന്നുള്ള ഒരു നിലപാടിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഡിസംബർ 15-നകം തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടരും. കൂടാതെ ഇപ്പോഴത്തെ ഈ ഒരു ക്ലൈമറ്റ്, കാലാവസ്ഥ, കനത്ത മൂടൽമഞ്ഞടക്കമുള്ള സാഹചര്യം കൂടി ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ, ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്യാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഇവർ എത്തിപ്പെടുകയാണ് ഉണ്ടായത്. മാത്രമല്ല ഏത് തരത്തിലാണ് ഈ ഡ്യൂട്ടി ടൈം ക്രമീകരിച്ചാൽ പോലും ഇപ്പോഴും അവർക്ക് പൈലറ്റിൻ്റെ കുറവുകളുണ്ട്. അത് ഏത് തരത്തിലാണ് ഈ ഇൻഡിഗോ ശരിയാക്കാൻ പോകുന്നതെന്നുള്ള കാര്യമടക്കം ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ FDTL ഇപ്പോൾ മരവിപ്പിച്ച നടപടി, ഏറ്റവും പുതിയ FDTL മരവിപ്പിച്ച നടപടി, അതിൽ പൈലറ്റുമാർ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. കാരണം തങ്ങൾ നിരന്തരമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്, തങ്ങൾക്ക് വിശ്രമം ആവശ്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും ഈ പുതിയ ഒരു ജോലിക്രമം, അതായത് 48 മണിക്കൂർ വിശ്രമം എന്നുള്ളത്, ആ ഒരു നടപടി മരവിപ്പിക്കുന്നതോടുകൂടി താങ്കൾ വീണ്ടും അധിക സമയം ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യം വരും. തങ്ങൾക്ക് വിശ്രമം ആവശ്യമാണ്. അപ്പോൾ അത് മരവിപ്പിക്കരുതെന്നുള്ളൊരു ആവശ്യം പൈലറ്റുമാരുടെ സംഘടന മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇവരുടെ എല്ലാം കൂടി ചർച്ച ചെയ്തിട്ടായിരിക്കും ഈ ഒരു പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടാക്കുക. എന്തായാലും രാജ്യത്തെ വിവിധ എയർപോർട്ടുകളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്ന ഇൻഡിഗോ യാത്രികർ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ശരി, അഭിലാഷ് രാധാകൃഷ്ണനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. പുടിനായി രാഷ്ട്രപതി ഒരുക്കിയ വിരുന്നിൽ ശശി തരൂർ പങ്കെടുത്തതിൽ കോൺഗ്രസിന് കടുത്ത അതൃപ്തി. കേന്ദ്ര സർക്കാർ നടത്തുന്ന കളി കോൺഗ്രസ് നേതാക്കൾ തിരിച്ചറിയണമെന്നും അതിന്റെ ഭാഗമാകരുതെന്നും കോൺഗ്രസ് നേതാവ് പവൻ ഖേര തുറന്നടിച്ചു. അത്താഴ വിരുന്നിലേക്ക് ലോക്സഭ, രാജ്യസഭ പ്രതിപക്ഷ നേതാക്കളായ രാഹുൽ ഗാന്ധിക്കും മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കും ക്ഷണമുണ്ടായിരുന്നില്ല. There's no invite to both the LOPs, Mr. Kharge and Mr. Gandhi. This comes as a surprise, but I don't think we should be surprised anymore. This government is known to be breaching all protocols. What else to say? Ask the government. So Mr. Shashi has just ask Mr. Tharoor. commented that he's going for it. Ask Mr. Tharoor that if he, I think all of us who are in the party,
If our leaders don't get invited and we get invited, need to question our own conscience and listen to the conscience. The way these invites, politics has been played during inviting or not inviting people, in itself is questionable, and those who accept such an invite is also questionable.